ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഷോൾഡർ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ക്രോസ് പീസാണ് ബാക്ക് നെക്കിനായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിക്കാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് ലൈനിങ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിന്. ആ ഒരു പീസ് ഈ നെക്കിന് റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓരോരു കട്ടിട്ട് കൊടുക്കുക. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല, സോറി. എന്നിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ വരുന്ന വിധത്തിൽ നല്ല ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പെർഫെക്റ്റായിട്ട് തന്നെ അത് വെക്കണം കേട്ടോ. ആ കോർണറിൽ ബാക്ക് നെക്കിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അത് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. ആ എഡ്ജ് അത് കോർണർ നല്ല വൃത്തിക്ക് നോക്കിയിട്ട് ഒന്ന് പിൻ ചെയ്യുക. ഒന്ന് അങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്യണം കേട്ടോ. വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഒന്ന് പറഞ്ഞു തരാൻ അറിയില്ല. അതാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും അറിയില്ല. അതാണ്. അത് ഒന്ന് ഇതേപോലെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് ബാക്കി വരുന്ന നൂലിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഒന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ലോക്ക് ചെയ്തിട്ട് നൂലിൽ മാറ്റി ആ കോർണർ ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് നിർത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.